നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അടിച്ചു തീരാനാണോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിധി? ഏറ്റവും നിർണായകമായ സമയത്ത് പോലും പരസ്പരം പോരടിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരികയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാനെന്ന് എല്ലാവർക്കും അറിയാം. ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുകയാണ്. രാഹുൽ ഗാന്ധി വളരെ ബുദ്ധിമുട്ടിയാണ് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. BJP പോലുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു പാർട്ടിയോട് നേരിട്ട് ഏറ്റുമുട്ടിയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ ദേശീയ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ കേരളത്തിൽ മൂന്നാം തവണയും പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിലെത്തിയാൽ പിന്നെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ബോധ്യമായിട്ട് പോലും കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലുണ്ടായ ചേരിതിരിവും ഏറ്റുമുട്ടലും വിരുദ്ധാഭിപ്രായങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് KPCC പ്രസിഡന്റും നിയമസഭാ കക്ഷി നേതാവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും കർശനമായ അല്ലെങ്കിൽ വളരെ ശക്തിയായ വിയോജിപ്പുകൾ ഉണ്ടെന്നും ജനങ്ങൾ ഒന്നുകൂടി തിരിച്ചറിഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ്, വളരെ തന്ത്രപൂർവം തയ്യാറാക്കിയതാണ്. അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷ നേതാവും നിയമസഭാ കക്ഷി നേതാവുമായ VD സതീശനാകട്ടെ ഒരു പരാതി നന്നായി ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും എന്നാലേ അതിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നുമാണ് പറഞ്ഞത്. എന്ന് വച്ചാൽ സണ്ണി ജോസഫ് പറഞ്ഞ ഗൂഢാലോചന വിവാദത്തെ പരസ്യമായി VD സതീശൻ തള്ളുകയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച്. സണ്ണി ജോസഫ് പറയുന്ന പോലെ രണ്ടാമത്തെ പരാതിയിൽ അങ്ങനെ ഗൂഢാലോചനയൊന്നുമില്ല, നല്ല രീതിയിൽ പരാതി തയ്യാറാക്കുക എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് അർത്ഥമെന്നാണ് VD സതീശൻ പറഞ്ഞത്. സണ്ണി ജോസഫ് ആകട്ടെ രണ്ടാമത്തെ പരാതി സൃഷ്ടിച്ചെടുത്തതിൽ, അത് ഡ്രാഫ്റ്റ് ചെയ്തെടുത്തതിൽ പാർട്ടിയെയും KPCCയെയും ബുദ്ധിപൂർവ്വം കൊടുക്കാനുള്ളൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണിത് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണെന്ന് പറയുന്നത്. എന്നാൽ VD സതീശനാകട്ടെ ഈ വാദം പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ലവണ്ണം ഡ്രാഫ്റ്റ് ചെയ്ത ഒരു പരാതി അത്യാവശ്യമാണെന്നും അതിലെന്താണ് തെറ്റെന്നുമാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ സണ്ണി ജോസഫ് പറഞ്ഞത് വിഡ്ഢിത്തരമാണെന്നും നല്ല പരാതി ആവണമെങ്കിൽ അത് നന്നായി ഡ്രാഫ്റ്റ് ചെയ്യണം എന്നാണ് താൻ പറയുന്നതെന്നും VD സതീശൻ പറയുമ്പോൾ ഗൂഢാലോചനാവാദം അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ഗൂഢാലോചന എന്ന സണ്ണി ജോസഫിൻ്റെ നിലപാടിനെ പൂർണ്ണമായും സതീശൻ പരസ്യമായി തള്ളിക്കളയുകയാണ്. എന്ന് വെച്ചാൽ പാർട്ടിയുടെ രണ്ട് ഉന്നത നേതാക്കൾ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത നേതാക്കളുടെ ഒരാളാണ് KPCC പ്രസിഡന്റും മറ്റേത് നിയമസഭാ കക്ഷി നേതാവുമാണ്. ഈ ഉന്നത നേതാക്കൾ പരസ്യമായി റോട്ടിലിരുന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് വിഴുപ്പലക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഇത്രയും പ്രതിസന്ധികളുണ്ടായിട്ടും മൂന്നാം തവണ പിണറായി അധികാരത്തിൽ വന്നാൽ പിന്നെ കോൺഗ്രസിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കണമെന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോവുകയും UDF തന്നെ ഛിന്ന ഭിന്നമായി നാമാവശേഷമാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഇത് മനസ്സിലാക്കിയിട്ട് പോലും ഏറ്റവും ഉന്നതരായി രണ്ട് നേതാക്കൾ പരസ്പരം ചെളിവാരിയേറുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിശ്വാസ്യതയില്ല എന്ന് തെളിയിക്കാൻ വേറൊരാൾ ഇത്രയേറെ ബന്ധപ്പെടുമ്പോൾ അത് കോൺഗ്രസിൻ്റെ തലവിധിയാണ്, കോൺഗ്രസിൻ്റെ ജാതകം തന്നെ ഇത്തരത്തിലുള്ളതാണ്, കോൺഗ്രസിൻ്റെ DNA-യിൽ തന്നെ ഈ പരസ്പരമുള്ള കുത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോഴും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടും എത്രയേറെ അനുകൂല പരിസ്ഥിതികളുണ്ടായിട്ടും ക്ലച്ച് പിടിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു കോൺഗ്രസ്. എന്നാൽ അതെല്ലാം ഇപ്പോൾ അസ്തമിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. പരസ്പരം ഉന്നത നേതാക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള ചേരിതിരിവ്, പരസ്പരമുള്ള തമ്മിൽ കുത്ത്, ഇതെല്ലാം കോൺഗ്രസിൻ്റെ സാധ്യതകൾ വലിയ തോതിൽ വരുന്ന തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ 4 മാസം മാത്രമേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് 3.5 മാസം അവിടെ ഒന്നിച്ചു നിൽക്കേണ്ട KPCC പ്രസിഡന്റും നിയമസഭാ കക്ഷി നേതാവും പരസ്പരം വാളോങ്ങി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സാധ്യതകൾ അവിടെ ഇല്ലാതാവുകയാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ജയിലിലായിട്ടുണ്ട്, പലർക്കെതിരെയും പല കേസുകളും പിണറായി സർക്കാർ എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു ആശ്വാസം ലഭിക്കണമെങ്കിൽ അടുത്ത തവണ UDF വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ UDF വരരുത് എന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഈ
സീനിയർ നേതാക്കൾ പ്രവർത്തിക്കുന്നതെന്നാണ് പല നേതാക്കളും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. ഏതായാലും വരുന്ന ഈ കണക്കിന് പോവുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കാര്യം കട്ടപ്പോകയാവുന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല.